നമസ്കാരം. കുടുംബസമേതം വരാൻ പറ്റുന്ന ഇടങ്ങളായി കള്ളുഷാപ്പുകളെ മാറ്റുകയാണ് ലക്ഷ്യം എന്ന് കള്ളുമന്ത്രി എം.ബി. രാജേഷ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടെ കേരളത്തിലെ ഉത്തമ സാധാരണ കുടുംബങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള ഉണർവ് കുടത്തിൽ അളക്കണമോ കുപ്പിയിൽ അളക്കണമോ അതോ ചില്ല് ഗ്ലാസ്സിൽ അളക്കണമോ എന്നറിയില്ല. മദ്യവർജനം ജീവിതവ്രതമാക്കി തൊട്ടു നക്കുന്ന പാർട്ടി മദ്യവർജനം എന്ന ഏക ലക്ഷ്യത്തിനായി നക്ഷത്രത്തിൻ്റെ എണ്ണം നോക്കി കള്ളുകുടി ആവശ്യക്കാർക്കെല്ലാം അനുവദിക്കുന്നത് നിസ്സാര കാര്യമല്ല. ആവശ്യത്തിന് വെള്ളം പോലും കിട്ടാതെ ഉണങ്ങി വരണ്ട് നക്ഷത്രം എണ്ണിക്കഴിയുന്ന അതിദരിദ്രരെ രക്ഷിക്കാനായി സർക്കാർ ഡ്രൈ ഡേയും ഒഴിവാക്കുകയാണ്. ഈ തീരുമാനത്തോടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരു തെങ്ങകലം കൂടി കടക്കുകയാണ്. ഇത്തരം തീരുമാനങ്ങൾക്കിടയിലാണ് കള്ളുമന്ത്രിയുടെ പുളിച്ചു തികട്ടാത്ത കുടുംബക്കുടി എന്നൊരു ചെത്ത് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതു മാറ്റവും വീട്ടിനുള്ളിൽ നിന്ന് തുടങ്ങണം എന്ന മഹത്വചനം അടിസ്ഥാനമാക്കിയുള്ള സാഹസികതയാണ് കള്ളുമന്ത്രി കുടം തുറന്ന് വിടുന്നത്. മദ്യവർജനം ആദ്യം വീട്ടിനുള്ളിൽ നടപ്പാക്കുക, അതിനായി മദ്യപാനം ഷാപ്പിലേക്ക് തന്നെ മാറ്റുക. പണ്ട് കുടിയന്മാരായ തന്തമാരെ കുറിച്ച് അയാൾ ഷാപ്പിലാണ് കിടപ്പ് എന്നൊരു കളിയാക്കൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കൂടിയാണ് പാവം കള്ളുകുടിയന്മാർ രക്ഷപ്പെടുന്നത്. കള്ളുമന്ത്രിയുടെ പുതിയ തീരുമാനപ്രകാരം ഇനി മുതൽ കുടുംബത്തോടെ ഷാപ്പിൽ കിടക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ആരെന്തൊക്കെ എങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞാലും ഏതൊരു വീട്ടിലും 100 പൂക്കൾ വിരിയിക്കുന്ന ഉദാത്തവും ഉന്മത്തവുമായ ഈ തീരുമാനത്തെ എത്ര കുപ്പി കള്ളു കുടിച്ചാലാണ് അഭിനന്ദിച്ച് തീരുക എന്നറിയില്ല. 1977 ആദ്യമായി എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ നടപ്പാക്കിയപ്പോൾ കേരള കോൺഗ്രസിലെ കെ നാരായണക്കുറുപ്പായിരുന്നു കള്ളുമന്ത്രി. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് തന്നെ താനാണ് ഡ്രൈ ഡേയുടെ അപ്പൻ എന്നാണ്. കാസ്ട്രോയും കാരണഭൂതനും കാരണവരും ഒക്കെ പലരും അടിച്ചു മാറ്റിയതിനാൽ ഡ്രൈ ഡേ മാറ്റിയതിലുള്ള അലങ്കാരമായി കുടുംബക്കുടിയന്മാർക്കെല്ലാം കൂടി സ്നേഹത്തോടെ വാത്സല്യത്തോടെ കള്ളുമന്ത്രിയെ കൊച്ചു കള്ള എന്ന് വിളിക്കാവുന്നതാണ്. നിഷ്കളങ്കമായ ആ വിളിയിൽ തന്നെ കള്ള് എന്ന വാക്ക് അന്തർലീനമായി കിടപ്പുണ്ടല്ലോ. കേരളത്തിലെ ഏതൊരു മാതാവിനും പിതാവിനും ഇനി ധൈര്യമായി പറയാം, വരൂ മക്കളെ, നമുക്ക് കള്ളുഷാപ്പിൽ പോയി രാപ്പാർക്കാം. അതിരാവിലെ എഴുന്നേറ്റ് അന്തിക്കള്ള് തീർന്നോ എന്നും പുലരിക്കള്ള് വന്നോ എന്നും നോക്കാം. അവിടെ വെച്ച് തെങ്ങില്ലാത്ത കേരളത്തിൽ നിന്ന് ചെത്തിയിറക്കിയ വട്ടുകലക്കിയ കള്ളിൽ മന്ത്രി രാജേഷ് ഏട്ടൻ തൻ്റെ സ്നേഹം നമുക്ക് നൽകും. മന്ത്രിയുടെ സ്നേഹം പകർന്നു നുകർന്ന് കള്ളുഷാപ്പിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുന്ന ആ സുന്ദര ദിനങ്ങൾ ഇതാ വരികയായി. അല്ല, അത് വന്നു കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് വീടുകളിലേക്ക് ചുവടുവെക്കുമ്പോൾ കുടുംബസമേതം നമുക്ക് ഏറ്റുചൊല്ലാം, വെള്ളം ചേർക്കാതെടുത്തോരമൃതിനു സമമാം നല്ലിളം കള്ള് വെള്ള ചെല്ലിൻ ഗ്ലാസ്സിൽ പകർന്ന് രുചികരമാം മത്സ്യമാംസാദി കൂട്ടി ചെല്ലും തോതിൽ ചെലുത്തി ചിരികളി തമാശൊത്ത് മേളിപ്പതേക്കാൾ സ്വർലോകത്തും ലഭിക്കിൽ ഉപരി ഒരു സുഖം പോക വേദാന്തമേനി. കള്ളുമന്ത്രി സിന്ദാബാദ്.